2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി കാരശ്ശേരിയിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. 2026-2027 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് കാരശ്ശേരിയിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ ആരോഗ്യം, പൊതുഭരണവും ധനകാര്യവും, കൃഷി, മൃഗസംരക്ഷണവും, ക്ഷീരവികസനവും, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യനീതി, ജെൻഡറും കുട്ടികളും, പട്ടികജാതി വികസനം, പട്ടികവർഗ വികസനം, കുടിവെള്ളവും ശുചിത്വവും, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, ജൈവവൈവിധ്യ മാനേജ്മെൻറ്റ് തുടങ്ങിയ 14 വർക്കിംഗ് ഗ്രൂപ്പുകളും വെവ്വേറെ ചർച്ച ചെയ്ത് കരട് രൂപരേഖ തയ്യാറാക്കി. വാർഡുകളിലെ ഗ്രാമസഭാ യോഗങ്ങൾക്ക് ശേഷം വികസന സെമിനാർ നടത്തി പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകും. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട്, അതേപോലെ മറ്റ് ബാങ്കുകൾ പോലുള്ള കൺസോർഷ്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരേ സമയം ഗവൺമെന്റ് ഫണ്ടും അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ച ഇത്തരം CSR ഫണ്ടുകളും വ്യക്തികളുടെ സഹായങ്ങളും സ്ഥാപനങ്ങളുടെ സഹായങ്ങളും കൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, അതുപോലെ ബ്ലോക്ക് ജില്ലാ തലത്തിലുള്ള ഫണ്ടുകൾ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര വികസന നയം നടപ്പാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട്. നല്ല പ്രതികരണമാണ് പൊതുവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സെൻട്രൽ കൂടി കടന്നു പോകുന്ന സ്റ്റേറ്റ് ഹൈവേ, ഈ സ്റ്റേറ്റ് ഹൈവേ നമ്മുടെ പാലം മുതൽ ആദംബരിയുള്ള സ്ഥലം. ഈ സ്ഥലം ഒരു മാതൃകാപരമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കടന്നു പോകുന്ന ആളുകൾക്ക് പഞ്ചായത്തിന്റെ ഒരു വേറിട്ട രീതിയിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മളൊക്കെ കൂടി നിന്നാൽ നടക്കും. വൈസ് പ്രസിഡന്റ് എം ദിവ്യ അധ്യക്ഷയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി മൊയ് വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സവാദ് ഇബ്രാഹിം, അബ്ദുൽ ഹാരിഫ്, ജിപ്സ ജോബിൻ, പഞ്ചായത്ത് അംഗം ജംഷീദ് ഒളകര, സെക്രട്ടറി മരിയ ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ശിവദാസൻ, കെ ഷാജികുമാർ, കെ സി ആലി, മോയി, ഇ പി ബാബു, ഷൈജു ചുണ്ടത്തുംപൊയിൽ, CDS ചെയർപേഴ്സൺ സഫിയ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.